ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് ഇന്നലെ അവധിയാണ്. ലേബർ ഡേ ആയതുകൊണ്ട് US മാർക്കറ്റ് ഇന്നലെ അവധിയായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പോസിറ്റീവ് ട്രെൻഡാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം 20 പോയിൻ്റ് അടുപ്പിച്ചാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് നമുക്ക് ഈ ഒരു ബോട്ടം ബ്രേക്കൗട്ട് കിട്ടാണ്ട് മാർക്കറ്റ് ഒരു പോസിറ്റീവ് ക്യാൻഡിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ഒരു റിവേഴ്സിനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഇന്നലത്തെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ ഇന്നലെ ഫുൾ ഡേ അങ്ങ് മുകളിലോട്ട് തന്നെയായിരുന്നു. റിട്രേസ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരു പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മോർണിംഗ് സ്റ്റാർ പാറ്റേൺ ആണ്. ക്ലിയർ ആയിട്ട് ഇതൊരു റിവേഴ്സ് ട്രെൻഡാണ് മാർക്കറ്റിൽ സൂചിപ്പിക്കുന്നത്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം ഒരു ഡോജി ക്രിയേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടൊരു ബുള്ളിഷ് ക്യാൻഡിൽ പ്രീവിയസ് ഈ ക്യാൻഡിലിൻ്റെ 50% മുകളിൽ ക്ലോസിങ് വന്നിട്ടുണ്ട്. ഇത് ക്ലിയർ ആയിട്ടൊരു റിവേഴ്സ് പാറ്റേൺ ആണ് മോർണിംഗ് സ്റ്റാർ പാറ്റേൺ എന്ന് പറയുന്നത്. എങ്കിലും മാർക്കറ്റ് ഈ ഒരു പുൾ ബാക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു പുൾ ബാക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്യാൻഡിലും കൂടി നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വരണം. കാരണം മാർക്കറ്റ് ഇവിടെ നിന്ന് വലിയൊരു ഡൗൺ ട്രെൻഡിൽ വന്നിട്ട് ഇവിടെ നിന്നൊരു പുൾ ബാക്ക് കൊടുത്തു. അടുത്ത് വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും ഒരു പുൾ ബാക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ക്യാൻഡിലും ഒരു ഗ്രീൻ കളർ ക്യാൻഡിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിക്കവാറും ഒരു റിവേഴ്സ് ആണെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പക്ഷേ മാർക്കറ്റ് വീണ്ടും ഈ ഒരു ലോ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വലിയൊരു ഫോളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്യാൻഡിലൂടെ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലൊരു ക്ലോസിങ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിക്കവാറും ഇതിന് മുകളിലൊരു ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ലോവർ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഇവിടെ 15 മിനിറ്റ്സിൽ ഈ ഒരു ഹൈക്ക് മുകളിൽ 24,700 അതായത് ഈ ഒരു ക്യാൻഡിൽ ഇവിടെ മാർക്കറ്റിൽ ഒരു ചെറിയൊരു ബേസ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 700-710 വരുന്ന ഒരു ഏരിയയിൽ ഇതിന് മുകളിൽ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ക്ലോസിങ് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,800 ഈ ഒരു റെസിസ്റ്റൻസ് 800-810 ഏകദേശം 100 പോയിൻ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ആയിരിക്കും. ഗ്യാപ്പിന് തൊട്ട് താഴെ തന്നെ മിക്കവാറും ഒരു റെസിസ്റ്റൻസിനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ ഒരു ക്യാൻഡിൽ 15 മിനിറ്റ്സിൽ മുകളിലോട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി നോക്കാം. ടാർഗറ്റ് വരുന്നത് 24,820 ഏരിയയാണ്. കാരണം ഇവിടെ എന്ന് പറയുന്ന മാർക്കറ്റ് കുറേ സസ്റ്റെയിൻ ചെയ്തതാണ്. പെൻഡിങ് ഓർഡർ കാണാനുള്ള സാധ്യത വളരെ കുറവാണ് ഇവിടെ. കാരണം ഒരുപാട് ബേസ് ക്യാൻഡിലുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടെ മിക്കവാറും ഒരു ബ്രേക്കൗട്ടിനുള്ള സാധ്യതയുണ്ട്. 24,710-720 ഏരിയ ഇവിടെ 15 മിനിറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 820 പ്രതീക്ഷിക്കാം. ഇവിടെ നിന്നും ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 920 വരേക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഇന്ന് നിഫ്റ്റിയിൽ എക്സ്പയറി ആണ്. ആദ്യത്തെ ചൊവ്വാഴ്ചത്തെ എക്സ്പയറി ആണ് ഇന്ന് വരുന്നത്. മാർക്കറ്റിൽ ഇന്ന് CPR വരുന്നത് വൈഡ് CPR ആണ്. അപ്പം മാർക്കറ്റ് ചിലപ്പോൾ ഒരു സൈഡ് വേസിനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡിങ് ആകാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഫസ്റ്റ് വീക്കിലി എക്സ്പയറി ആണ് ഇന്നത്തെ. താഴോട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 24 ഈ ഒരു റെസിസ്റ്റൻസ് പ്രീവിയസ് റെസിസ്റ്റൻസ് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നിന്ന് 24,566 24,550 ഓക്കെ. താഴോട്ട് ഇത് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിക്കവാറും ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫസ്റ്റ് ടാർഗറ്റ് 24,469 വയ്ക്കാം. സെക്കൻഡ് ടാർഗറ്റ് മിക്കവാറും ഈ ഒരു
ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മിക്കവാറും ഒരു ഫോളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടുമായിരിക്കും താഴോട്ടുള്ള മെയിൻ സപ്പോർട്ട് രണ്ടും എന്ന് പറയുന്നത്. ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സപ്പോർട്ടിലോട്ട് വരാം. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. 24,400 ചിലപ്പോൾ 360 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു പ്രീവിയസ് ബോട്ടം 350 360 ഏരിയയിലോട്ട് മിക്കവാറും മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനിടയ്ക്കെന്ന് പറയുന്നത് ഈ ഒരു ഏരിയ സ്കാൽപ്പിങ്ങിന് വേണ്ടി മാത്രം എടുക്കുക. കൃത്യമായിട്ട് ഉള്ള ലെവൽസ് നമ്മുടെ ഇൻട്രാഡേ ചാർട്ടിൽ തരാം, ഇതിനിടയ്ക്കുള്ള ലെവൽസ്. ബാക്കി ഒരു ഹയർ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ്സിലുള്ള ടൈം ഫ്രെയിമിലാണ് നോക്കുന്നതെങ്കിൽ ഈ ലെവൽസ് അത്രയും കൃത്യമായിട്ട് നോക്കുക. നമുക്ക് ഡാറ്റയിലോട്ട് പോവാം. ഡേറ്റ സമ്മറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ സ്റ്റോക്ക് 1430 കോടിക്ക് FIS സെല് ചെയ്തിട്ടുണ്ട്. 4345 കോടിക്ക് DIs ബൈ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് FIS ഷോർട്ട് പൊസിഷൻ കുറച്ച് വരുന്നുണ്ട്. ഏകദേശം 1.96 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. 51,000 കോൾ ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട് FIS. പ്രോ 20,000 കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. 1.81 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്. പുട്ട് ഓപ്ഷനും ബൈ ചെയ്തിട്ടുണ്ട്. കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ബൈയിങ് ആണ്. ക്ലൈൻറ്റ് 30,000 കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. 4.12 ലാക്ക് ക്വാണ്ടിറ്റി പുട്ട് ഓപ്ഷൻ സെല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് മിക്കവാറും ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരു ബുള്ളിഷിലോട്ട് ഇന്നലത്തതുപോലെ തന്നെ ഇന്നലത്തെ സെയിം മാർക്കറ്റ് തന്നെ മിക്കവാറും റിപ്പീറ്റ് ആകാനുള്ള സാധ്യത ഉണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിലും CPR സപ്പോർട്ട് എടുക്കും. CPR വൈഡ് CPR ആണ് വരുന്നത്. 24,534 24,595 വരയ്ക്കാണ് സപ്പോർട്ട് വരുന്നത്. ഈ ഒരു ഏരിയയിൽ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. 550 സ്ട്രോങ് സപ്പോർട്ടാണ്. 24,569 550 നേരത്തെ ഡേ ക്യാൻഡിൽ കാണിച്ച സപ്പോർട്ടാണ്. ഇത് 15 മിനിറ്റ്സിൽ താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം താഴോട്ട് എൻട്രി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിവേഴ്സ് സിഗ്നൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി നോക്കാം. വലിയ ടാർഗറ്റാണ് 24,550 24,569 കഴിഞ്ഞാൽ പിന്നെ 730 റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ളത്. 736 768 ഇവിടെ നിന്ന് മുകളിലോട്ട് എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലത്തെ ഹൈ ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുക. അതിൻ്റെ മുകളിലോട്ടുള്ള ലെവൽസ്, ഇതിനിടയ്ക്കുള്ള ലെവൽസ് ഞാൻ ഇൻട്രാഡേ ലൈവ് മാർക്കറ്റിൽ തരാം. ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിലുള്ള ഇവിടുത്തെ റെസിസ്റ്റൻസ് ലൈന് ഞാൻ ലൈവ് മാർക്കറ്റിൽ തരാം. എന്തായാലും ഇവിടെ നിന്നൊരു ലോങ് എൻട്രി ആയിരിക്കും. 580 569 സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ 730 768 വരയ്ക്കും കയറാൻ സാധ്യതയുണ്ട്. ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം 900 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. 730 എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്ട്രോങ് ഒരു റിജക്ഷനുള്ള സാധ്യത ഇവിടെ ഉണ്ടാവും ഈ ഒരു ഏരിയയിൽ. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ലെവല് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടാണ് താഴോട്ട് വരുന്നതെങ്കിൽ പിന്നെ ഇത് സുഖമായിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടി ഏകദേശം 900 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യത ഉണ്ട്. ഈ ഒരു ഏരിയ വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. താഴോട്ട് 24,550 569 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 24,494 24,472 ഫസ്റ്റ് സപ്പോർട്ട്. ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 386 362 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഡേ ക്യാൻഡിൽ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 550 ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ ബോട്ടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡേ ക്യാൻഡിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.